ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഇരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു നല്ലൊരു ദിവസം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ആയിരുന്നത്. എന്നാൽ ബാങ്കിങ്, ഓട്ടോ സ്റ്റോക്കുകളുടെ മോശം പ്രകടനം കാരണം ഈ ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി 80 പോയിൻറ്റ് ഉയർച്ചയിൽ ഓപ്പണായി അവസാനം ക്ലോസ് ചെയ്തപ്പോൾ 30 പോയിൻറ്റ് മാത്രമാണ് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയുള്ളൂ. ഇന്നും ഏകദേശം അതേ അവസ്ഥയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ നമുക്കുണ്ടായിരുന്ന അതേ ഗ്യാപ്പ് അപ്പാണ്. കാരണം നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് നല്ലൊരു റാലി നടത്തി, യൂറോപ്യൻ മാർക്കറ്റും റാലി നടത്തി. അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്, ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവാണ്. പക്ഷേ അത് നിലനിൽക്കുമ്പോൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2667 കോടി രൂപയുടെ സെല്ല് നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1803 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടിയും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ FISൻ്റെ ഒരു വലിയൊരു സെല്ല് നടക്കുമ്പോൾ വീണ്ടും അതിന് ഫർദറായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ FISൻ്റെ ആക്ടിവിറ്റീസ് വളരെയധികം പ്രാധാന്യമേറിയതാണ് ഈ ഒരു അവസരത്തിൽ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 1.5% അഥവാ 245 പോയിൻറ്റും, ഡോയും സമാനമായ രീതിയിൽ 236 പോയിൻറ്റിൻ്റെയും ഒരു റാലി കണ്ടു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിൽ ക്ലോസിംഗ് നടത്തി. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 60,000, ശക്തമായ റാലി ബിറ്റ്കോയിനിൽ. ബ്രന്റ് ഓയിൽ 77, ഗോൾഡും $2,505 പെർ ഔൺസ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് കാണാം. ചൈന വഴിയുള്ള മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പൊതുവെ പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും 1.5% റാലി രേഖപ്പെടുത്തിയിരുന്നു. GDRൽ റിലയൻസും 1% റാലി രേഖപ്പെടുത്തിയിരുന്നു. ICIC ബാങ്ക് മാത്രമാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ICIC ബാങ്ക് മാത്രം 0.6% ഫോൾ ആയെങ്കിൽ കൂടിയും എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ സമാനമായ അതേ പോയിന്റ് തിരികെ എത്തിയിട്ടുണ്ട്. ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇന്നലെ വലിയൊരു പുരോഗതിയൊന്നും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത HDFC ബാങ്കിലോ ICIC ബാങ്കിലോ കണ്ടില്ല. അത് മേ ബി ഇന്നലെ നമ്മുടെ ഫോൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്തതാവാം. എനിവേ, ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് ഇന്നത്തെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻനിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് 22,922 റെസിസ്റ്റൻസ് സോൺ 25,000 22,100 ഒരു പ്രതിരോധമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സപ്പോർട്ടായിട്ട് 22,300 ഒരു സപ്പോർട്ടുള്ളത്. കൂടാതെ തന്നെ 22,500 അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഹുസൂർ മൾട്ടി പ്രൊജക്റ്റ് കമ്പനി, അവർക്ക് 274 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വിഷ്ണു കെമിക്കൽ കമ്പനി, ഇവർ ജയശ്രീ ഫാർമേന് 51 കോടി രൂപ മുടക്കി അവർ ഏറ്റെടുത്തു. ഓൾ കാർഗോ ലോജിസ്റ്റിക് പറയുന്നത് അവരുടെ ഹയസ്റ്റ് എവർ മന്ത്ലി കാർഗോ വോളിയം ഹാൻഡിൽ ചെയ്ത് മാസം ആയിട്ട് കഴിഞ്ഞ മാസം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒലട്ര ഗ്രീൻ ടെക് കമ്പനി, ഇവർ എവരി ട്രാൻസിലെ അഡീഷണൽ ആയിട്ട് സ്റ്റോക്കുകൾ ഇവർ അക്യൂർ ചെയ്തു. സൊമാറ്റോനായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റ്ഫിൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേക്സ് ഗ്രൂപ്പ് 1.54% സ്റ്റേക്ക് 251 രൂപ മുറയ്ക്ക് സൊമാറ്റോയുടെ സ്റ്റോക്കുകൾ വിറ്റ് മാറുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. 4% മൺഡേയിലെ ക്ലോസിങ്ങിൽ നിന്നാണ് ഇവർ ഈ ഒരു പ്രൈസ് വച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ കമ്പനി ബോർഡ് മീറ്റിംഗ് ഓഗസ്റ്റ് 22 ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിക്കും. സഫയർ ഫുഡ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 5 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ലിക്വിഡിറ്റി കൂടാനായിട്ട് കമ്പനിയുടെ സ്റ്റോക്കിനെ പലതായിട്ട് വിഭജിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതുവഴി നിലവിലുള്ള നിക്ഷേപകർക്ക് കൂടുതൽ ഡിവിഡൻഡ് ഒന്നും കിട്ടില്ല, പക്ഷേ ലിക്വിഡിറ്റി കൂടും. ഇൻഡസ്ഇൻഡ് ബാങ്ക് കമ്പനി, ഇവിടെ അസറ്റ് മാനേജ്മെൻറ്റ് സബ്സിഡിയറിക്ക് RBIയുടെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനി, രാജസ്ഥാൻ പവർ ട്രാൻസ്മിഷൻ കമ്പനിയിലെ ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഹൈടെക് പവർ കമ്പനി, ഇവർ ബോണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. ഇനി
ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, കൂടാതെ തന്നെ ബ്രേക്കൗട്ട് സ്റ്റോക്ക് ഇൻ ദ സെൻസ് ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ്, കൂടാതെ തന്നെ IPO, ഡിവിഡൻഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. കൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, വാർത്തയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, സമയക്കുറവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമുക്ക് ആക്സസ് ചെയ്യാം. ടെലഗ്രാമിൽ പരമാവധി ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, അത് നിങ്ങൾക്ക് ആക്സസും ചെയ്യാം. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു ഓൾ.